നിങ്ങൾക്കറിയാമോ, ആശങ്കയുണ്ടാക്കുന്ന രണ്ട് പകർച്ചവ്യാധികളാണ് നിപ്പയും ഷിഗല്ലയും. നിപ്പ ഒരു വൈറസ് രോഗമാണ്. വവ്വാലുകളാണ് ഇത് പരത്തുന്നത്. വവ്വാൽ സ്പർശിച്ച പഴങ്ങൾ, മലിനമായ ഭക്ഷണം, രോഗികളുമായുള്ള സമ്പർക്കം, ഇതെല്ലാം ഈ രോഗം പരക്കാനായിട്ട് ഇടയാകും. ഇതിന് വാക്സിനോ അംഗീകരിക്കപ്പെട്ട മരുന്നുകളോ ഇല്ല. രോഗലക്ഷണങ്ങൾക്കാണ് മരുന്ന് നൽകുന്നത്. ഷിഗല്ല ബാക്ടീരിയ മൂലമുള്ള കുടൽ രോഗമാണ്. മലിനജലം, മലിനമായ ഭക്ഷണം, ശുചിത്വമില്ലായ്മ, ഇതൊക്കെയാണ് ഈ രോഗം പകരുവാനുള്ള കാരണങ്ങൾ. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകളും ആവശ്യമായ ചികിത്സകളും ഇതിൽ ലഭ്യമാണ്. ബൈബിൾ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മീയത മാത്രമല്ല, ശുചിത്വവും ജാഗ്രതയും കൂടെ പഠിപ്പിക്കുന്നുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. 1 കൊരിന്ത്യർ 3:16 ശരീരം മലിനമാകാതെ ആരോഗ്യം സംരക്ഷിക്കണം എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ജ്ഞാനി അപകടം കണ്ട് ഒളിക്കുന്നു, ബുദ്ധിഹീനർ പോയി ദണ്ഡനം അനുഭവിക്കുന്നു. സദൃശം 22 വാക്യം. രോഗവ്യാപന സമയത്ത് ആരോഗ്യ നിർദ്ദേശങ്ങളും ജാഗ്രതയും നാം പാലിക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കറിയാം, നിപ്പയും ഷിഗല്ലയും മനുഷ്യന് നൽകുന്ന പാഠം മനുഷ്യജീവൻ വളരെ വിലപ്പെട്ടതെങ്കിലും അത് ദുർബലമാണ് എന്നാണ്. അതുകൊണ്ട് സമൂഹത്തിന്റെ നന്മയെ കരുതി ശുചിത്വം നമ്മിലും നമ്മുടെ ഭവനത്തിലും ആരംഭിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുകയും വേണം. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ, അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ന് യിരെമ്യാപ്രവചനം 22 വാക്യം. ഗിലെയാദിനെ കുറിച്ച് ബൈബിളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. സുഗന്ധതൈലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം മരങ്ങൾ അവിടെയുണ്ട്. ആ തൈലം സർവ്വരോഗ സംഹാരിയുമാണ്. മൂർച്ചയേറിയ കത്തികൊണ്ട് ആ മരം വിളർക്കുമ്പോൾ അത് വരും. യേശു ക്രിസ്തുവിന്റെ ശരീരം ഉഴവുചാൽ പോലെ കീറിയപ്പോൾ ഒഴുകിയ രക്തം പാപമോചനത്തിന് മുറിവുകൾ രോഗശാന്തിക്ക് ഉതകുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ അടിപ്പെടലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. 1 പത്രോസ് 2:24 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മനുഷ്യ, നീ വിലയേറിയതാണ്, പക്ഷേ നീ ദുർബലനാണ്, അല്ലെങ്കിൽ ദുർബലയാണ്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ ശുചിത്വം പാലിക്കുക. ഈ രോഗത്തിൽ നിന്നൊക്കെ നീ ഒരു മാറ്റം വരാനായിട്ട് ആഗ്രഹിക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക.